ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ ശ്രമിക്കാം. ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞാൻ സേഫായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്. ദൈവസഹായം കൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങളും സേഫായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ തന്നെ പോകാനായിട്ട് കഴിയട്ടെ. ഇന്നത്തെ നമ്മളുടെ ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. ഹെയർഫണ്ട്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി നോക്കാം. പേഴ്സൻ്റെ എനർജി 8 ഓഫ് ഫയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ കോൾഡ് ഉള്ളത് കൊണ്ടാണ് ശബ്ദം അടച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതേ പോലെയുള്ളൊരു ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മെച്യൂറായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മെച്യൂറായിട്ട് കാണുക എന്നുള്ളത് മാത്രമല്ല, പാതി വഴിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകാനോ ഒന്നിനെയും പേടിച്ച് പിന്തിരിയാനോ ഒന്നിനും ഒരുങ്ങാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്. എന്നാൽ സ്ട്രോങ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാനോ അതിനുമല്ല. നമ്മൾ പറഞ്ഞതുപോലെ വളരെ മെച്യൂറായിട്ട് കാര്യങ്ങൾ കാണുന്ന, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ. ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഓണസ്റ്റായിട്ട് പോരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതും തിരിച്ചും അതുപോലെ തന്നെ ആവണം. ആ ഒരു പേഴ്സണിൽ നിന്നുള്ള റെസ്പെക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളായിക്കോട്ടെ, അതും അതുപോലെ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹവും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഒന്നും പിടിച്ചു പറിക്കാനായിട്ട് തയ്യാറുമല്ല. വളരെ കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ നോക്കി കാണുന്നു. ഇനി പേജ് വൈസ് കുറച്ചൊരു വയസ്സ് കുറഞ്ഞൊരു പേഴ്സണാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കാളെങ്കിൽ കൂടിയും നിങ്ങളുടെ തലത്തിൽ നിങ്ങൾ വളരെ മെച്യൂറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ കോൺടാക്റ്റിൽ തന്നെ ഉണ്ടാവാം, നോ കോൺടാക്റ്റിലേക്കൊന്നും പോയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്കും ആ ഒരു പോസിറ്റീവ് വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിന് ഒരു മാറ്റം വന്നിട്ടില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു എന്താ പറയുന്ന ഒരു കോൺഫിഡൻസോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ അർഹതപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിൽ ശക്തമായിട്ട് നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഒരു പിന്തിരിഞ്ഞോടുന്ന ഒരു പേഴ്സണും അല്ല, ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമല്ല. എല്ലാം അതിൻ്റേതായിട്ടുള്ള മുറ പോലെ നടക്കട്ടെ എന്നുള്ളൊരു എനർജിയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പൊതുവേ നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നവരുടെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ തന്നെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അതായത് നമുക്കിപ്പോൾ ഏത് കാര്യത്തിനെയും പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. ഇപ്പോൾ ചിലവർ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നെഗറ്റീവ് മാത്രം പൊക്കി പിടിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലവരങ്ങനെയല്ല, അവരുടെ പോസിറ്റീവായിട്ടുള്ള ആംഗിളും കൂടി ചെക്ക് ചെയ്തിട്ടാണ് അതിനോടൊപ്പമാണ് ഈ ഒരു പേഴ്സൺ ഇന്ന പോരായ്മകളുള്ളത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് പറയുന്നത് പോലെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ആശയവിനിമയം ഈ ഒരു പേഴ്സണിൽ നിന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തന്നെ അതാണ്. അതായത് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷന് റെഡിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന പേഴ്സൺ എനർജിയാണ്. യാതൊരു മടിയും നമുക്കിവിടെ കാണുന്നില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പാസ്റ്റിൽ എന്ത് തന്നെയായിരുന്നാലും നിലവിലത്തെ എനർജിയിൽ ആ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളോട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം,
അതും പെട്ടെന്ന് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഓവറോളായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരാളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, മറ്റൊരാളത് തരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആരുടെയൊക്കെ എനർജീസ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷനിൽ നമുക്കിവിടെ കാണാം. ഒരാൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ മറ്റൊരാൾ അതിന് വില്ലിംഗ് ആയിട്ടും കൂടി വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. നിങ്ങളോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഇവർക്ക് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു നൈറ്റ് ഫീലിങ്സിലേക്കോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് തോട്ട്സിലേക്കോ എല്ലാം പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഓവറോൾ എനർജിയിൽ നമുക്ക് അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്റ്റീവ് ഫീലിംഗ് തോന്നുന്നതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പം നമുക്കിനി ഇവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ക്ലാരിറ്റി കിട്ടും. അപ്പം നമുക്കിനി നോക്കാം. Six of Swords, 10 of Coins, 8 of Coins, King of Coins, Hierophant, 6 of Cups, Fool, the Wheel, Knight of Coins, Sun, the Queen of Cups, 7 of Coins, Knight of Wands, 8 of Swords, Strength, 6 of Wands. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ പേഴ്സൻ്റെ നൈറ്റ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നേരത്തെ വേഴ്സ്റ്റായിട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കുള്ള മാറ്റമായിരിക്കാം. കാരണം ആ ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സൺ എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അത്രയും ആ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഇരുട്ട് പിടിച്ച അവസ്ഥയിലായിരുന്നു, തീരുമാനം എടുക്കാൻ പറ്റാതിരുന്നൊരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വളരെ ഒരു കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മിക്ക എനർജീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. ഇവിടെ പ്രത്യേകിച്ചും ആ ഒരു ഈറ്റ് ഓഫ് സോഡിൽ നിന്ന് സ്ട്രെങ്ത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുമ്പോഴും, കാരണം ഒരു തടവറയിലായിരുന്നു, ചിലപ്പോൾ മാനസികമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സ്റ്റക്നെസ്സും ആവാം. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ആർജവം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു മാറ്റം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി എടുത്തപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു എനർജിയാണ് നമുക്ക് ഓവറോളായിട്ട് കിട്ടിയത്. തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡിലും അതിൻ്റേതായിട്ടുള്ള പല സൂചനകളും നമുക്കിവിടെ നന്നായിട്ട് കാണാമെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. നമുക്കത് സെയിം ഹയറോഫണ്ട് എനർജി ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു 6 ഓഫ് കപ്സ് എനർജി, ആ ഒരു നൊസ്റ്റാൾജിക് എനർജിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു നോ കോൺടാക്റ്റിലൊക്കെ പോയിരുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരുടെ ബുദ്ധിമുട്ടോ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളോ മറ്റു പല കാര്യങ്ങളോ കൊണ്ടൊക്കെ ഒരു തടസ്സം നിങ്ങളുടെ അലട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ട്രാക്ക് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ഈ ഒരു സൺ എനർജിയുടെ പോസിറ്റിവിറ്റി, അതുപോലെ വീൽ, ഇതൊക്കെ ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം, വീൽ ആ ഒരു സഡൻ പോസിറ്റീവ് ഷിഫ്റ്റൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവർ ആ ഒരു കെട്ടുപാടിൽ നിന്ന് ഒരു സ്ട്രെങ്ത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജി എന്നൊക്കെ പറയുമ്പോൾ
ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ ഒരു പേഴ്സൺ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു ഗുഡ് ന്യൂസ് ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളിൽ പോലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് പറയാം. കാരണം അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതില്ല. കുറച്ചൊരു സ്ലോ മോഡിൽ പോയിരുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ഇതുവരെ റിലേഷൻഷിപ്പിൽ വിചാരിച്ചൊരു റിസൾട്ട് ഉണ്ടായില്ലല്ലോ, ഒരു പക്ഷേ അവരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത്. രണ്ടുപേരും എഫേർട്ട് ഇടുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളും ഉണ്ടായിട്ടും ചിലതിൽ റിസൾട്ട് ഇല്ലാതെ ആയിപ്പോവും. കാരണം എപ്പോഴും ഒരാൾ മാത്രം എഫേർട്ട് ഇടുന്ന റിലേഷൻഷിപ്സും ഉണ്ട്. പക്ഷെ ചിലതിനകത്ത് അങ്ങനെയല്ല, രണ്ടുപേരും ഒരുപോലെ എഫേർട്ടൊക്കെ ഇടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില സാഹചര്യം കൊണ്ടോ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടോ ഒക്കെ ഒരാൾക്ക് അതിന് കഴിയാതെ പോവാറുണ്ട്. അല്ലെങ്കിൽ അവർ മാക്സിമം ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പതറിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് നന്നായിട്ട് കാണാം. വളരെ സ്ലോ ആയിട്ടിരുന്ന സ്ഥലത്ത് നിന്നുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു ചൊടി ഉണർവ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന എനർജീസാണ്. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു മേജർ ആർക്കാൻ എനർജീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എന്നാൽ അത് പെട്ടെന്നുള്ള ഒരു എടുത്തിയാട്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അവർ നല്ല രീതിയിൽ ആലോചിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിനകത്ത് അവർക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിലേക്ക് കോൺടാക്റ്റ് വന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം കേട്ടോ. ചിലവർക്ക് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോയയിടത്ത് നിന്ന് കുറച്ചും കൂടി ദൃഢമായിട്ടുണ്ടാവും. ചിലവരെ സംബന്ധിച്ച് അത്രയും ആ ഒരു എനർജിയിൽ പോകേണ്ട ഒരു സംഗതി നമുക്കിവിടെ കാണാം. ചിലവർക്ക് അങ്ങനെയല്ല, അതിനകത്തേക്ക് ഈ ഒരു പേഴ്സൺ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. കാരണം ടോട്ടലി അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചില കേസസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യം കുറച്ച് മോശമാണെന്നുണ്ടെങ്കിലും അവരായിട്ട് ദൃഢനിശ്ചയം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവരുടെ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ അവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എനർജീസ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ അവർ റിലേഷൻഷിപ്പിനകത്ത് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ എനർജീസ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ്. പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നൊക്കെ അവർ സ്വയം ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ വളരെയധികം ഒരു ഫിസിക്കലി അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഇപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമുണ്ട്. എല്ലാ തരത്തിലുമുള്ള എനർജീസ് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ട് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ പേഴ്സണ് സാധിക്കും. അതിനുള്ള സാഹചര്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനവർക്ക് കഴിയുന്നൊരു സിറ്റുവേഷനാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ചേഞ്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു മുക്തി കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് കുറച്ചൊരു ഫ്രീഡം വന്നിട്ടുണ്ടാവാം. ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിരുന്നു എതിർപ്പുണ്ടായിരുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഫാമിലിയുടെ എതിർപ്പ് കുറയുകയോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറി താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയോ, ചിലപ്പോൾ ഈ ഒരു വ്യക്തി എബ്രോഡിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലരെങ്കിലും ഹൈഡ് ചെയ്ത് പോയിരുന്ന ഒരു ബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റാരെങ്കിലും ഒക്കെ ഭയപ്പെട്ടത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് പറയാനുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം ഇവർ വളരെയധികം കറേജിയസ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. അവരുടെ എല്ലാ സങ്കോചവും മാറിയിട്ടുണ്ട്. അതായത് അവർക്കിപ്പോൾ ഒരു ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ആരും ഒരു ഭയപ്പെടുന്നില്ല. ഒരു ഭയമോ കാര്യങ്ങളോ സ്റ്റക്നെസ്സോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാനോ, ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും വീട്ടുകാരെയോ അല്ലെങ്കിൽ ഇതുപോലെ തടസ്സമായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ പേടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള വഴക്കോ കാര്യങ്ങളോ ഒക്കെ മറ്റുള്ളവരുടെയും കൂടി വാക്ക് കേട്ട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോയവരായിരിക്കാം. അപ്പോൾ പിന്നീട് തിരിച്ചു വരാൻ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ തേർഡ് പാർട്ടികളുടെ സമ്മർദ്ദം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയാനായിട്ട് പേടി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാറുണ്ട്, സ്വന്തം ഹസ്ബൻഡ് അല്ലേ അല്ലെങ്കിൽ വൈഫല്ലേ, പിന്നെ എന്തിനാണ് ഇവർ പേടിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇത് പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ആ ഒരു ഭയമില്ല, ആ ഒരു ഫിയർ എലമെൻറ്റ് ഇല്ലാത്തൊരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാമെന്നുള്ളതാണ്. എന്തെങ്കിലും ഫിയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിയിട്ടുണ്ട്. ആ ഒരു വെളിച്ചം അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഹാപ്പിനെസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്കും പകരാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് നേരത്തെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുക,
പ്രത്യേകിച്ച് ഇമോഷണലി ഉള്ള ഒരു സപ്പോർട്ട് കെയറിങ് കൊടുത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലിപ്പോൾ ആ ഒരു ചിന്തകളും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ ചിലപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെയും ഒരു പങ്ക് ഇതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ അവർ അതെല്ലാം ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വീണ്ടും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു നൈറ്റ് ഫീലിങ്സ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും മനസ്സിൽ വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന, ഒരുപാട് സ്നേഹത്തോടു കൂടി കാണുന്ന ഒരു എനർജിയാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കേണ്ട ഒരു പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ വരുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒരുപാട് ഒരു നീണ്ട കാത്തിരിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആലോചിച്ച് സമയം കളഞ്ഞിരുന്നൊരവസ്ഥ, എന്തിനെങ്കിലും ഭയപ്പെട്ടിരുന്നൊരവസ്ഥ, അതിൽ നിന്നൊക്കെ പുറത്ത് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ ഒരു വളരെ അധികം കറേജിയസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വിക്ടറിയാണ് സൂചിപ്പിക്കുന്നത്, അവരുടെ ഒരു ഹാപ്പിനെസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പോകണം എന്നുള്ള അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അപ്പോൾ മറ്റൊരു ആംഗിളിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് എന്തെങ്കിലും കാര്യം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവർക്കിപ്പോൾ സാധിച്ചു തരാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം അതിനുള്ള ഒരു വഴി അവർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കീ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സന്തോഷവും കോൺഫിഡൻസും ഒക്കെ ഇവരുടെ എനർജിയിൽ നമുക്ക് കാണാം. കണ്ട എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർക്ക് ചിലപ്പോൾ ഇത്രയും നാൾ ഉത്തരം ഇല്ലാതെ നിന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പോൾ കഴിയും, കണ്ടോ എനിക്ക് അതിന് ചെയ്യാനുള്ള ഒരു പവറുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അത്രയ്ക്കും ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നിറവേറ്റാൻ പറ്റുന്നൊരു സമയമാണ്. അതിനവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ സമീപിച്ചിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇത് ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഹൈലി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ മാറ്റം ഇപ്പം അനുഭവിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു പഴയ വ്യക്തിയല്ലല്ലോ ഇവർക്ക് ഒരുപാട് ചേഞ്ച് വന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയോ എന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവാം. കാരണം അത് അവരുടെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ സാഹചര്യത്തിൽ ആ ഒരു മാറ്റം വന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഉള്ള ഒരു ഡൗൺഫോളും കാര്യങ്ങളൊക്കെ ബന്ധങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അവരിപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷിക്കുന്ന ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും പേഴ്സൻ്റെ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഓവറോൾ എനർജീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ആ ഒരു ലൈറ്റ് എനർജിയിൽ നമുക്കത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. മൊത്തത്തിൽ ക്ലൂസ് എപ്പോഴും എടുക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. നമ്മൾ സാധാരണയായിട്ട് മിക്ക റീഡിങ്സിലും സോഡിയക് സയൻസ് നമ്പേഴ്സൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ചിലവർക്ക് സോഡിയക് സയൻസ് അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി, ഇയർ പോലും ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു മന്ത് ആൻഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം. അപ്പോൾ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് ഒരുപാട് നാളുകളായതുകൊണ്ട് ഇപ്പോൾ താഴെ പോയിട്ടുണ്ടാവാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇടാം. ഓക്കെ, നമുക്ക് നോക്കാം. കാസർഗോഡ്, നമ്പർ 2, ടോറസ്. പത്തനംതിട്ട, ലെറ്റർ എൻ, ലെറ്റർ സി. കൊല്ലം, ലെറ്റർ എസ്. വിശാഖം നക്ഷത്രം, കണ്ണൂർ. ഏരീസ് സോഡിയക് സൈൻ, നമ്പർ 28, ഭരണി നക്ഷത്രം. കാപ്രിക്കോൺ, മൂലം നക്ഷത്രം, മലപ്പുറം. ലെറ്റർ കെ, എറണാകുളം.
number 7, number 16, number 330, number 19, number 22, letter V, and number 12. ഇതാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് പോകാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ക്ലെയിം ചെയ്യുക. ഒരു മാറ്റം തീർച്ചയായിട്ടും വരുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.